ഹായ്. ഹലോ ഹലോ ഹലോ. പോലീസ് ഉണ്ടെങ്കിൽ സൈറിന്റെ പുതിയ ബുള്ളറ്റ് അതാണ് ഇന്നത്തെ ക്യാപ്ഷൻ. സൈർ അങ്ങനെ പുതിയ ബുള്ളറ്റ് എടുത്ത് കഴിച്ചു. പുതിയ ബുള്ളറ്റ് ഇല്ലടാ ചെറുക്കൻ പുതിയ ബുള്ളറ്റില് ജിമ്മി പോവുകയാണ്. എല്ലാരും കാണട്ടെ, എല്ലാരും തകർക്കട്ടെ. ഇരിക്കു നോക്ക്, മറ്റേ ഉണ്ടായിരിക്കും പോലെ ജിമ്മി വെച്ച് കാണാം. ഹായ് ഹായ് ഗൈസ്, സൈറേ ബാവനെ. ഇതാണ് ബുള്ളറ്റ്. ഇന്നലെ ഇറക്കിയുള്ളൂ. 350 ആണ് ക്ലാസിക് 350. കുറച്ച് പണികളൊക്കെ ഉണ്ട്, വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. എന്നാലും അവൻ്റെ ഹെൽമെറ്റ് അവൻ മാറ്റൂല. അന്നൊന്നും വന്ന വഴി മറക്കാത്തവനാണ് അവൻ. കുറച്ച് പണിയൊക്കെ ഉണ്ട്, വാഷ് ചെയ്യണം. വലിയ പണിയൊന്നുമില്ല, കാർബേറ്റർ ക്ലീനിങ് ഉണ്ട്, സൈലൻസറിൻ്റെ ഇത് നമുക്ക് ബഫ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി അകത്ത് ജിമ്മിൻ്റെ അകത്ത് വരിക. ചെറുതായിട്ടൊന്ന് ഫോണ് മാറിപ്പോയി ഗൈസ്. ഇവന്റെ ഫോണെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാളുടെ ഫോൺ എടുത്ത് വ്ളോഗ് എടുത്ത് ഡിലീറ്റ് ചെയ്ത് അല്ലടാ. അതായത് ചെസ്റ്റ് വർക്കൗട്ടിങ് ആണ്. ജിമ്മിലെത്തി. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ദിവസം ജിമ്മിൽ പറഞ്ഞത്. അപ്പം എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല. ഒന്നത്തെ ദിവസം ഞാൻ പൈസ കളിച്ച് മാത്രം കളിച്ചു. പൈസ കളിച്ച് ഉണ്ടല്ലോ അല്ലടാ. പിന്നെ കണ്ട സൈറിനെ കണ്ട സുന്ദരനാടാ. ക്രീമൊക്കെ ഇട്ട് സുന്ദരനായി. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, പെണ്ണുങ്ങളെ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതാരതറാ? ഏത് പെണ്ണിന്റെ? ഇതേത് പെണ്ണിന്റെ? എന്തോ ആണ് പുള്ളിയുടെ ഫോണിലാണ് മാറി എടുത്തത്. സോറി കേട്ടാ. ആ ഓക്കെ, കുറച്ച് പോക്ക് ഭയങ്കരമായിട്ട് വാങ്ങിപ്പോയി. ആ ഓക്കെ, കറക്റ്റ് വെറും 20 കിലോ വേണ്ട. 5 10 മൊത്തം 40 കിലോ. സൈറെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് 25 എണ്ണം. മാഷാനാണ് ചെയ്യുന്നത്. നമ്മുടെ കൂട്ടത്തില് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. സത്യം, നമ്മളൊക്കെ ഏട്ടനാണ്. സത്യം. അത് പനി പിടിച്ച പോലത്തെ ഒരു ലുക്കിലാണ് വന്നത്. പക്ഷെ 2 ദിവസം ചെയ്യാത്തതാണ് അത്. അയ്യോ, ബീഡി എന്ന് പറഞ്ഞാൽ പോലും അറിഞ്ഞുകൂടാത്ത ചെറുക്കനാണ്. നോ സ്മോക്കിംഗ്. നീ ചെയ്യണ്ടേ? വായ്ത്താളം മാത്രം. ഇനി അടുത്ത മാസേ കാണുള്ളൂ. ഇത് അവസാനം ഒരു മാസത്തിൽ ഒരു ദിവസം വരുള്ളൂ. ഒരു മാസത്തിൽ ഒരിക്കൽ വരുള്ളൂ. ജിമ്മിൽ ചേട്ടന് ഫീസ് കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് നീ ഫീസ് പിന്നെ തന്നാൽ ജിമ്മി വന്ന് അപ്പോൾ പൈസ കളിച്ച് ഒറ്റയ്ക്കാണ്. ഇനി അടുത്ത ഏതാണ്? കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് പോയ ഒരേ ഒരു വ്യക്തി ഇത് മാത്രമാണ് നമ്മളെ കൂട്ടത്തില്. ഞാൻ പോയെന്ന് കാണിക്കാനുള്ള തെളിവാണിത്. നോക്ക്, പിന്നെ എങ്ങനെ വിളിച്ചത്? നിനക്ക് ഏത് ബന്ധത്തിൽ വിളിച്ചത്? എനിക്കറിഞ്ഞൂടാ. ഒരാളെ വിളിച്ചപ്പോ 100 പേര് കയറിപ്പോയി. ഗ്രാൻഡ് പാർട്ടിയാണ്, അതിന് പോയി ഫുഡ് അടിച്ചിട്ട്. സത്യം. എന്നെ വിളിച്ചില്ലല്ലോ. നീ യൂട്യൂബർ ആയോ? വിളിച്ചില്ല. വളരെ വളരെ മോശം. കല്യാണമേ ഇല്ല. ഓക്കെ, ഇതാണ് നമ്മളെ ജിമ്മ്. ഇത് MG കിട്ടും. ജിമ്മിന്റെ വെളിയിലുള്ള വ്യൂ. സത്യം, മഴയൊക്കെ പെയ്യുമ്പോൾ എന്ത് സുഖമാണ് കാണാൻ. 2 വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കും നമ്മള്.
ഒന്നും ഇല്ലെങ്കിൽ ഒരു സുഖമുണ്ട്, ഒരു മണം. താഴെ ഒരു ഇതുണ്ട്, ഹോട്ടലുണ്ട്, റെസ്റ്റോറൻറ്റ്. അതിൻ്റെയൊക്കെ മണം അടിച്ച് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അതൊന്നും കഴിക്കും. അല്ലേ അനസ്? അൽഫാമോ ഷവായോ മയോണൈസ്. വിത്തോട്ടല്ല, വിത്ത് മയോണൈസ്. അത് ചുമ്മാ ഡയറ്റ് തുടങ്ങി. തുടങ്ങിയെന്ന് മാസത്തിൽ ഒരിക്കൽ വരും. അത് ഞാൻ വിളിച്ചാൽ വരും, അല്ലെങ്കിൽ വരില്ല. അല്ലെങ്കിൽ വലിയ പെണ്ണുങ്ങളും വരണം. ഷാനി ഇത് നീ കേൾക്കണം, നമുക്ക് ഉള്ളതായി. ഷാനി നമ്മൾ എന്നും ജിമ്മിൽ കാണുന്നത്, അല്ല ജിമ്മിലെന്ന് കോളേജിൽ കാണുന്നത്. ആമിനെ അറിയാമോ? ഏതാമിന? തയ്യാടാമിനുണ്ട്, പള്ളിമുക്കായ ആമിനുണ്ട്. ഒരു വീരനാണ്. എല്ലാം പറഞ്ഞില്ല. അടുത്ത വർക്കൗട്ട് തുടങ്ങിയാണ്. ഇവന്റെ മെയിൻ പരിപാടി ഇതാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും, വേറെ ഒരു പരിപാടി ഇല്ല. മനസ്സ് ട്രെയിനറാവാൻ നോക്കിയാണ് സഹീറിന്റെ. ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് ഇതേപോലെ 10 ഷോ കാണിക്കും. വന്നിട്ട് ആ ഒരു വർഷം പോലും ആയില്ല, 5 മാസം ആയുള്ളൂ. അനസ് രാത്രി മാത്രം വരുന്ന ഒരാളാണ്. വായി താളം അടിക്കാതിരിക്കാൻ പറ്റുമോ നിനക്ക്? അത് ഇപ്പൊ ഇറക്കി വിടും നിന്നെ. വാപ്പ വിളിക്കട്ടാ നിന്റെ പ്രൈസ് ചെസ്റ്റിന്റെ കയ്യിൽ നമ്മൾ പ്രൈസ്. ഓ 5 കിലോ വെക്കാനല്ലേ നടക്ക്. കഴിഞ്ഞില്ല, ഇനി പുഷപ്പ് അടിക്കും. നീ പുഷപ്പടി. എന്നെ കൂടെ പറ്റില്ല. ഞാൻ പിടിച്ചു നിൽക്കാൻ താല്പര്യമുണ്ടോ? നിന്റെ എടാ നിനക്ക് എത്ര വയസ്സായടാ? ഡെങ്കി വേണം, ഡെങ്കി വേണം, ഇങ്ങി വേണം. എത്ര വയസ്സായടാ? 20 വയസ്സായ. 19 വയസ്സായി എനിക്ക്. എന്റെ പ്രായം തന്നെ. പാ അടുത്ത മാസം 21 ആവും കേട്ടാ. അടുത്ത മാസം അവൻ 21 ആവും. അവൻ 19 വയസ്സ് എൻ്റെ അടുത്ത് ഇടിച്ച് അവന്റെ പ്രായത്തിന് പോയി കളിക്കേ. എന്നടാ ശരീരം തുല്യ. നീ എന്നെ നോക്കത്തില്ലേ? കണ്ട എന്നെ മാട് കണ്ട. ഒറ്റ തന്തേ ഉള്ളൂ അസീസ് കേട്ടാ. ദത്തെടുത്തൊന്നും അല്ല. അത് നിനക്ക് 10 കാണും. മണ്ണോ കൊണ്ട് കഴിക്കും. ഇപ്പൊ സംഭവം കാണിച്ചുതരാം. സ്ട്രെച്ച് എന്ന് പറഞ്ഞ് വേറെന്തൊക്കെ ഇതേ സെയിം സാധനം എനിക്കിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം മരിച്ചു. വന്ന നേരത്തെ പൈസ അടിച്ച് ഇപ്പൊ വിങ്സ് അടിക്കണം. ഇനി കുറച്ച് കഴിയുമ്പോൾ ചെസ്റ്റ് അടിക്കും, പ്രൈസ് അടിക്കാൻ. അത് അടിക്കാൻ എന്താണെന്ന് അവനോട് അറിഞ്ഞില്ല. അവിടെ ഇട്ട് എല്ലാരും കൂടെ പാട്ടുകാരനാവട്ടെ സൗന്ദര്യം കേൾക്കാൻ പറ്റും. സത്യം. എന്നാലും കുഴപ്പമില്ല. ട്രെൻഡ് വലിച്ചവന്റെ പാൻറ് താന്നു പോയി. കണ്ടാ പിടുത്തോണ്ടാടാ. ആ പതുക്കെ അടിച്ചാ. ഇത് വാമപ്പ് സെറ്റ് ആണേ. വാമപ്പ് സെറ്റ് ആണ്. ഇനിയും കൊടുക്കണം നമുക്ക് 3 സെറ്റ് അടിക്കാൻ. പാവം.
അത് മാറ്റാനൊന്നും പറ്റില്ല. മറ്റേ കൊച്ചിലെ ഇഞ്ചക്ഷൻ അല്ലേ? സോറി സോറി. ഏതാ അമ്മ നമുക്ക് പ്രൈസും കൂടെ കാണിച്ചു. ഏതാ പുതിയ സാധനമാണ് അവൻ കാണിക്കാൻ വരണം. സ്പെഷ്യൽ ഐറ്റം അതാ. ഏതാ ആൻറ്റിമാരൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നു, കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്നു, നമ്മൾ ജിമ്മിൽ കാണുന്നു. നമ്മൾ ഓണർ വന്നു. അപ്പൊ നമുക്ക് ഇന്ന് മൂവ് ചെയ്യാം. ഈ ജിമ്മിൽ എന്നുള്ള ഒരേ ഒരു ഉപയോഗം ചൂടെടുക്കാൻ വെളി വന്ന് കാറ്റുള്ള കാറ്റും കൊള്ളാം, നല്ല മണം. അൽഫാമും സത്യം ചെന്നൈയിലൊക്കെ പോയ ഇതിന്റെ മണമൊന്നും അടിക്കൂല. ഫോയിൽ പേപ്പർ കഴിച്ചല്ലേ കഴിക്കും. നിർത്തല്ലേ നിർത്തല്ലേ ജിമ്മ്? നമുക്ക് നേരെ വീട്ടിൽ പോയി കുളിക്കണം. സെന്റ് ആൻഡ്രീസ് ബീച്ച്. നീ പറഞ്ഞ ഫോറം നീ ഉണ്ടോ? എമ്മിന്റെ ബോഡി ഷോ നിങ്ങൾ ഉപദേശം അടുത്ത പിള്ളേരൊക്കെ ഒന്നുകൊണ്ട് നാണമായി. നമ്മൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് പ്രൈസ് കഴിഞ്ഞ് ടയർ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല. പിന്നെ അവന് ലാസ്റ്റ് ആയപ്പോൾ കളിച്ചിട്ടില്ല, ഫുള്ള് പമ്പായിരിക്കും. നീ നാളെ കളിക്കാത്ത മനസ്സിൽ വന്ന് ഏതൊക്കെയോ കളിച്ചിട്ട് ഏത് കളിച്ചു നീ? ബൈസ് പിന്നെ ബൈസ് കളിച്ച് ട്രൈസ് കളിച്ച് എല്ലാം കളിച്ചു. നീ നാളെ ബാക്കും ബൈസ് വേറെ അൾട്ടിമേറ്റ് പുച്ഛമാണ്. നാളെ നീ കാണിച്ചു കൊടുക്കണം. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇനി അടുത്തത് ഈ സമയത്ത് കാണുന്നതാണ്. നാളെ നമ്മൾ കളിച്ചു കഴിഞ്ഞാലും വരില്ല. പക്ഷെ ചെറുക്കാൻ പോയി കഴിഞ്ഞിരിക്കുന്നു.